ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ ഒരു നോമ്പുതുറ വിശേഷമാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. എൻ്റെ 2 നാത്തൂന്മാരും അവരുടെ ഹസ്ബൻഡ്സും പിന്നെ ചെറിയ മക്കളുകളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ചെറിയൊരു നോമ്പുതുറ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിശേഷങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കൂടുക. വളരെ സന്തോഷമാണ് നമുക്ക് മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് അടികൂടലും ബഹളവും ഒക്കെ കാണാൻ. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോ പണികൾ വേഗം വേഗം തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നാത്തൂൻ്റെ വകയായിട്ട് ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. ആവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ അതിൽ തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് സമയക്കുറവ് മൂലമാണ്. അപ്പം കുക്കറിൽ തന്നെ എളുപ്പത്തിന് നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 വിസിലടിച്ചാൽ മതിയാവും. ഇനി ഞാനിതാ സ്പെഷ്യലായിട്ട് കാണിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കാട. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ, മുഴുവനായിട്ട് ഇങ്ങനെ ചിക്കനെ കാണുമ്പോൾ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ജോലികളൊക്കെ വേഗം തീർത്തില്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. നമ്മൾ എന്തൊക്കെ ഒതുക്കി കഴിഞ്ഞാലും ആ സമയത്ത് ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ നമ്മളിതാ കാട ഫ്രൈക്കുള്ളത് ഇവിടെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അടുത്തതിന് നമ്മൾ കന്നച്ച പത്തിരിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഞാനിവിടെ കോഴിക്കോട് വന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പത്തിരിയുടെ പേരാണ് കന്നച്ച പത്തിരി. ഞാൻ ആദ്യം വിചാരിച്ചതിന് കണ്ണും മൂക്കൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. അതായത് ഇതുപോലെ ഒന്ന് മടക്കി എടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റെഡിയാക്കാൻ കുറച്ച് പാടല്ല, കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ സാധാ പൂരി പോലെ തന്നെയാണ്, അതിൻ്റെ ടേസ്റ്റാണ്. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും ഇതുണ്ടാക്കുമ്പോൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, അതിനെക്കാട്ടി നമ്മൾ പൂരി പൊരിക്കുന്ന പോലെ പൊരിച്ചാൽ പോരെ. അപ്പോൾ ഉമ്മാക്ക് അതൊന്നും പറ്റൂല, അങ്ങനെ തന്നെ റെഡിയാക്കണം. ഇനി നമ്മൾ അടുത്തത് സ്പ്രിങ് നിറച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ പുതിയാപ്പിള സൽക്കാരത്തിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാ നമ്മൾ സ്പ്രിങ് കോഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയ മസാല ഒന്ന് റെഡിയാക്കി കോഴിമുട്ടയൊക്കെ വെച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കും. ഇനി നമ്മൾ ഇതാ മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനിടയിലേക്ക് നമ്മൾ ചിക്കൻ ഇസ്റ്റ് കറിയും കൂടി വെക്കുന്നുണ്ട്. അടുപ്പിലാണൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇസ്റ്റിലേക്ക് വേണ്ട തേങ്ങാപ്പാലൊക്കെ പുഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സ്പ്രിങ് നിറച്ചത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമ്മളിതാ സമൂസ റെഡിയാക്കുകയാണ്. സമൂസ ഇല്ലാതെ നമുക്കൊരു നോമ്പുതുറ ഇല്ല. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളിവിടെ ഷീറ്റൊന്നും ഉപയോഗിക്കാറില്ല. ഇതുപോലെ നമ്മൾ പരത്തി റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഉമ്മടുത്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇതുപോലെ പരത്തി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതോ വേറെ ഒന്ന് തന്നെയാണെന്ന് അമ്മ പറയൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇസ്റ്റ് കറി ഒക്കെ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. വീണ്ടും എൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട് ബ്രെഡ് കേക്കാണ്. നമ്മളിതാ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 7 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഏലക്ക ഇട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് അല്പം പാലും കൂടി ചേർത്ത് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇനി നമ്മുടെ പാൻ ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ ബ്രെഡ് കേക്ക് റെഡിയായി. ഇനി നമ്മുടെ ബിരിയാണി വെക്കാനുള്ളതാണ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ പൊരിച്ചിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ നമ്മുടെ കന്നച്ച പത്തിരി പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കാട പൊരിച്ചിട്ടുണ്ട്, ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തണ്ണിമത്തനുണ്ട്, അതുപോലെ നല്ല മാങ്ങയാണ് കേട്ടോ. നല്ല മധുരമായിരുന്നു കഴിക്കാൻ. പിന്നെ ഈത്തപ്പഴം, സമൂസ 3 പ്ലേറ്റിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രെഡ് കേക്ക്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നോമ്പ് തുറന്നിട്ടുണ്ട്. നാരങ്ങ വെള്ളമുണ്ട്, സമൂസ കഴിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ മാംഗോ ജ്യൂസ് ഉണ്ട്, സ്പെഷ്യലായിട്ട് അടിച്ചതാണ്. അപ്പോൾ എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മളിതാ നോമ്പ് തുറന്നിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ തടിച്ച പത്തിരി, നൈസ് പത്തിരി, കണ്ണച്ച പത്തിരി, അതുപോലെ ചിക്കൻ പൊരിച്ചത്, കാട പൊരിച്ചത്, നമ്മുടെ സ്പ്രിങ് നിറച്ചത്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ലഗോൺ ബിരിയാണി ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ഇസ്റ്റ് കറി ഉണ്ട്, അതുപോലെ നമ്മുടെ ബീഫ് ഫ്രൈയും ഉണ്ട്. അപ്പം എല്ലാം കൂടി കൂട്ടി എല്ലാവരും നല്ല പോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്